BJP പ്രതിനിധി അഡ്വക്കേറ്റ് കൃഷ്ണദാസ്. രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് നമ്മളുടേതൊരു കോമ്പറ്റേറ്റീവ് ആൻഡ് കോപ്പറേറ്റീവ് ഫെഡറലിസം ആകണമെന്നുള്ളതാണ്. മത്സരാധിഷ്ഠിതവും എന്നാൽ സൗഹൃദാടിസ്ഥാനത്തിലുള്ളതുമായ ഒരു ഫെഡറലിസം ഉണ്ടാവണം എന്നതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നയതന്ത്ര വിദഗ്ധൻ പറഞ്ഞതുപോലെ വൈകി അറിഞ്ഞതാണ് എംബസി. ശരി, സമ്മതിക്കുന്നു, അതിന് ഭരണപരമായ ചില പരിമിതികളുണ്ട്. പക്ഷേ അവിടെ ഓടിയെത്തിയ സാധാരണക്കാരായ മലയാളി പ്രവാസി സംഘടനകളുണ്ട്, അവർ ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി, ഒരു ഡയാസ്പോറ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ മലയാളികളുടെ കൂട്ടായ്മയാണ് വളരെ വേഗം ഈ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നത്, എംബസിയും മറ്റുള്ള ഏജൻസികളുമൊക്കെ എത്തുന്നതിന് മുൻപ്. അവർ ആ ദൃശ്യങ്ങൾ കണ്ട് നടുങ്ങിയിരിക്കുന്നവരാണ്, അവരുടെ ആത്മവിശ്വാസം ഒന്ന് ഉലഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമൂഹത്തെ ആശ്വസിപ്പിക്കാനും ആശുപത്രിയിലുള്ള മലയാളികളെ പോയി കാണാനും അവർക്ക് ആശ്വാസം പകരാനുമായി മന്ത്രിയെ അയക്കാൻ സർക്കാർ തീരുമാനിക്കുമ്പോൾ, അതിന് പ്രതിപക്ഷം പോലും പൂർണ്ണമായി പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ, അതിനെ എതിർത്തതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് എന്ത് നേട്ടമാണുള്ളത്? സാമ്പത്തികമായോ ഭരണപരമായോ എന്ത് നേട്ടമാണ് സർക്കാരിന് കിട്ടുക? ശ്രീ കൃഷ്ണദാസ്. അരുൺ, നേരത്തെ സൂചിപ്പിച്ചു, ഒരു വിദേശ രാജ്യത്ത് ഒരു ദുരന്തം നടക്കുന്ന സമയത്ത് അവിടെ മലയാളി ഡയസ്പറ അല്ലെങ്കിൽ മറ്റ് സംഘടനകൾ അത്തരത്തിലല്ലല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. എല്ലാ ഭാരതീയർക്കും അപകടം പറ്റിയ മുഴുവൻ ആളുകൾക്കും അവരെ എത്രയും പെട്ടെന്ന് സഹായം എത്തിക്കുക എന്നുള്ളതല്ലേ നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിൽ മലയാളിക്ക് മാത്രം ഈ പറയുന്ന സഹായം എത്തിച്ചാൽ മതിയോ? അപ്പോൾ അവിടെ ഒരു വിദേശ രാജ്യത്ത് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്ന സമയത്ത് ഭാരതം ചിന്തിക്കുന്നത് ഭാരതീയരായിട്ടുള്ള മുഴുവൻ ആളുകളെയും എത്രയും എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, താങ്കൾ തെറ്റായ ഒരു ദിശയിലാണ് സഞ്ചരിക്കുന്നത്. എൻ്റെ ചോദ്യമോ ഈ പാനലിസ്റ്റുകളുടെ മറുപടിയോ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരൻ അപകടത്തിൽപ്പെട്ടാൽ അവരെ ഭാഷ തിരിച്ച് സംരക്ഷിക്കണം എന്നതല്ല. അതിനാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ, അത് നന്നായി എംബസി കൈകാര്യം ചെയ്യണം, അതിൽ ആർക്കാണ് തർക്കം? പക്ഷേ അവിടെ ആ മരണപ്പെട്ടിരിക്കുന്ന മലയാളി സമൂഹം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വൈകാരികമായി, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ഏറെ സ്വാധീനമുള്ളൊരു മേഖലയാണ്. അവിടെ കുറച്ച് കാര്യങ്ങൾ മലയാളികൾക്ക് ചെയ്യാൻ ഏറെ കഴിയുന്നൊരു മേഖലയാണ്. അവിടെ അവരാണ് രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിരിക്കുന്നത്. മലയാളി മാത്രമല്ലല്ലോ മരിച്ചിരിക്കുന്നത് അരുൺ, അവിടെ മലയാളി മാത്രമാണോ മരിച്ചിരിക്കുന്നത്? അല്ല, സ്വാഭാവികമായും നോക്കൂ സാർ, ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഒരു മന്ത്രി അയക്കുന്നത് കേരളത്തിലെ മലയാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണല്ലോ കേരള സർക്കാർ ഉള്ളത്. ആ കേരള സർക്കാർ ആ പ്രശ്നങ്ങളാണല്ലോ പരിഹരിക്കുന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിനൊക്കെ വിരുദ്ധമായിട്ടാണ് ഓരോ സംസ്ഥാനവും ഞങ്ങൾ പോയി നേരിട്ട് നോക്കാമെന്ന് പറയുന്നത്. അങ്ങനെയല്ല, അതാണ് അങ്ങ് തെറ്റായ ദിശയിലാണ് ഈ ചർച്ചയെ കൊണ്ടുപോകുന്നത്. നോക്കൂ കൃഷ്ണദാസ്, വിദേശകാര്യ സഹമന്ത്രി കുവൈറ്റിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിരിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രി കൂടി അവിടെ വരുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം? അല്ല, അവര് പുറപ്പെട്ടത് ഇന്നലെ രാത്രി. എംബസി അറിഞ്ഞത് എപ്പോഴാണ് സാർ? എംബസി ഈ വിവരം അറിഞ്ഞതും കേന്ദ്ര സർക്കാർ വിവരം അറിഞ്ഞത് എപ്പോഴാണ്? കേന്ദ്ര സർക്കാർ കുവൈറ്റിലെ തീപിടുത്തത്തിന്റെ വിവരം അറിഞ്ഞത് എപ്പോഴാണ് ശ്രീ കൃഷ്ണദാസ്? എനിക്ക് അതായത് ബഹുമാനപ്പെട്ട ഫാബിയാൻ സാർ അദ്ദേഹം പറഞ്ഞു ഉച്ചയ്ക്ക് 12 മണിക്കാണ് കേന്ദ്ര സർക്കാരിന്. അദ്ദേഹം ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇത് പറയുന്നതെന്ന് എനിക്കറിയില്ല. കാരണം കുവൈറ്റിൽ തീപിടുത്തം തുടങ്ങി ഇവിടെ രാവിലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ ഇവിടുത്തെ എല്ലാ ചാനലുകളും ഈ പറയുന്ന രീതിയിൽ ഈ വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. 12-ാം തീയതി കാലത്ത് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് 8-9 മണിയാകുമ്പോഴേക്കും ഇവിടുത്തെ മുഴുവൻ ചാനലുകളും ഈ വാർത്ത പ്രക്ഷേപണം തുടങ്ങിയിട്ടില്ലായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഉച്ചയ്ക്ക് 12 മണിക്കാണ് കേന്ദ്ര സർക്കാർ അറിഞ്ഞത്. അദ്ദേഹം ആരെ ഉദ്ധരിച്ചിട്ടാണ് ഇത് പറയുന്നതെന്ന് എനിക്കറിയില്ല, എന്ത് രേഖ ഉദ്ധരിച്ചിട്ടാണ് അദ്ദേഹം ഇത് പറയുന്നത് എനിക്കറിയില്ല, അരുൺ എന്താ ഉദ്ദേശത്തിലാണ് ഇത് പറയുന്നത് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് വിദേശകാര്യ സഹമന്ത്രി ആദ്യം ജോയിന്റ് സെക്രട്ടറി അയച്ചു, വളരെ നല്ല കാര്യം. പക്ഷെ വിദേശകാര്യ സഹമന്ത്രി പോകുന്നത് എപ്പോഴാണ്? വിദേശകാര്യ സഹമന്ത്രി പോകുന്നത് പിറ്റേന്ന് പുലർച്ചെയാണ്. തർക്കമില്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതായത് പ്രധാനമന്ത്രി അടിയന്തരമായി യോഗം വിളിച്ച ശേഷമാണ് ആരാ പോകേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെ തീരുമാനമെടുക്കുന്നത്. അതിലൊന്നും തർക്കമില്ല. ഇവിടെ നമ്മൾ സമയത്തിന്റെ പ്രശ്നമല്ലല്ലോ. നോക്കൂ, നേരത്തെ ആണെങ്കിൽ നിങ്ങൾ അനുമതി കൊടുക്കുമായിരുന്നു കൃഷ്ണദാസ്. ശരി, സമ്മതിച്ചു. കേരള സർക്കാർ ഈ സ്പെഷ്യൽ ക്യാബിനറ്റ് വിളിച്ചത്, സ്പെഷ്യൽ മന്ത്രിസഭാ യോഗം വിളിച്ചത് വൈകിയാണെന്ന് കൂട്ടുക. അങ്ങനെ നേരത്തെയാണ് വിളിച്ചിരുന്നതെങ്കിൽ പൊളിറ്റിക്കൽ ക്ലിയറൻസ് കൊടുക്കുമോ? അല്ല, അതറിയില്ലല്ലോ. ഇതിലൊറ്റ സംഗതിയുള്ളൂ. 9:30 മണിക്ക് അവര് ഫ്ലൈറ്റ് കയറാൻ നിൽക്കുന്നു. അവിടെ ഇന്ന് കാലത്ത് 10 മണിയാകുമ്പോഴേക്കും ഇവിടെ മൃതദേഹം ഇന്ത്യൻ എയർഫോഴ്സ് വിമാനത്തിൽ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു.
അത് ഈ മൃതദേഹങ്ങൾ എംബാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനല്ലല്ലോ കേരളത്തിൽ ഒരു മന്ത്രി അങ്ങോട്ട് പോകുന്നത്. അവിടെ പരിക്കേറ്റിരിക്കുന്ന വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന 27 പേരുണ്ട്. അവരോടൊപ്പം പോകുന്നത് ആരാണ്? നാഷണൽ നമ്മളുടെ NRHMന്റെ പ്രതിനിധി കൂടിയാണ് പോകുന്നത്. അപ്പോൾ അവിടെയുള്ളവർക്ക് സഹായ സഹകരണങ്ങൾ ആവശ്യമുണ്ടോ? അവിടെയുള്ളവർക്ക് മറ്റെന്തെങ്കിലും വൈദ്യസഹായം ആവശ്യമുണ്ടോ? ഇക്കാര്യങ്ങളൊക്കെ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഒപ്പം അതിന് ചുമതലയുള്ള സെക്രട്ടറിയും പോയി നോക്കുന്നത് കൊണ്ട് എന്ത് ബുദ്ധിമുട്ടാണ് കേന്ദ്ര സർക്കാരിന്? കുവൈറ്റിലെ ആശുപത്രിയിൽ ഈ പറയുന്ന എന്തെങ്കിലും സഹായം, ആരോഗ്യപരമായിട്ടുള്ള സംഗതികൾ എന്തെങ്കിലും സഹായം വേണോ എന്ന് കേരളത്തിലെ മന്ത്രി പോയിട്ട് അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തത് അരുൺ, എനിക്കതാണ്, നിങ്ങൾ കേരളം എന്ന രീതിയിൽ ചിന്തിക്കാതെ ഭാരതം എന്ന രീതിയിൽ, ഭാരതത്തിന് ഒരു വിദേശകാര്യ മന്ത്രിയുണ്ട്, സഹമന്ത്രിയുണ്ട്. നിങ്ങൾ ഇപ്പോഴും കേരളത്തിലെ മന്ത്രി പോയാൽ മലയാളികൾക്ക് ഗുണകരമാകും. സർക്കാർ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനപ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് മലയാളി സമൂഹത്തിൽ നിന്നാണ്. അത് അങ്ങേക്ക് നിഷേധിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണല്ലോ 2 കേന്ദ്രമന്ത്രിമാർ ഇന്ന് കേരളത്തിൽ വന്ന് ഈ കേരളത്തിലെ ഈ പറയുന്ന പ്രദേശങ്ങളിൽ പോയൊക്കെ അന്തിമോപചാരം അർപ്പിച്ചിരിക്കുന്നത്. അവർ തമിഴ്നാട്ടിലേക്കല്ലല്ലോ പോയത്, അവർ കേരളത്തിലാണല്ലോ വന്നത്. കേരളത്തിന്റെ ടൂറിസം പെട്രോളിയം വകുപ്പ് മന്ത്രി കേരളത്തിൽ നിന്നുള്ള MP ആയതുകൊണ്ടാണോ കേരളത്തിൽ മാത്രം പോയി ഈ പറയുന്ന അന്തിമോപചാരം അർപ്പിച്ചത്? എന്തുകൊണ്ട് അദ്ദേഹം തമിഴ്നാട്ടിലും കർണാടകയിലും പോയില്ല എന്ന് എനിക്ക് തിരിച്ചു ചോദിക്കാമല്ലോ. പക്ഷെ അതല്ല, അത് നമ്മളുടേതായ ഒരു രീതിയാണ്. കൂടുതൽ മലയാളികൾ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽപ്പെട്ട ഒരാൾ മരണപ്പെടുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം അവിടേക്ക് പോകും. അരുൺ, ഇത് നമ്മുടെ രീതി എന്ന് പിണറായി വിജയൻ പറയുന്ന മാതിരി പോവാൻ സാധിക്കില്ല. ഇതിനൊരു പ്രൊസീജിയർ ഉണ്ട്, ഒരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട്. അല്ലാതെ വെറുതെ തോന്നും പോലെ എനിക്കും പോകണം എന്ന് പറഞ്ഞിട്ട് പോവാൻ സാധിക്കില്ല. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ച് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടത് എംബസിയും കേന്ദ്രമന്ത്രിയുമാണെന്നിരിക്കെ അവിടെയുള്ള സമൂഹത്തെ കാണാനും അവരുമായി സംസാരിക്കാനും ഒരു സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി പോകുന്നത് കൊണ്ട് എന്താണ് കുഴപ്പമെന്നാണ് ഞാൻ ചോദിച്ചത്. ഇനിയും പോകാമല്ലോ, ഇനി അവരെഴുത്ത് കൊടുക്കട്ടെ, അവിടുത്തെ സമൂഹത്തെ കാണാനും അവരെ സമാധാനിപ്പിക്കാനും ഇനിയും പോകണം പറഞ്ഞിട്ട് അവർ ഇനി ഒരു കത്ത് കൊടുക്കട്ടെ, ചിലപ്പോൾ അനുവദിക്കുകയായിരിക്കും. അവരുടെ ഇതാണ് മറുപടി.